നദികളിലെ ചെളിയും എക്കലും നീക്കം ചെയ്യാൻ മുൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതാണ് പ്രളയം ആവർത്തിക്കാൻ കാരണമെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണ്. ഇതിനായി മുൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ കോടതിയെ സമീപിച്ച് തടയുകയായിരുന്നു അന്നത്തെ പ്രതിപക്ഷം. പമ്പ, ത്രിവേണി സംഗമം, തോട്ടപ്പള്ളി എന്നിവിടങ്ങളിലെ എക്കലും മണലും നീക്കുന്നതിനെതിരെ അന്നത്തെ പ്രതിപക്ഷം തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ മുതൽ ഹരിത ട്രിബ്യൂണലിനെ വരെ സമീപിച്ചിരുന്നു. മുൻപ് പ്രളയമുണ്ടായ സ്ഥലങ്ങൾ വീണ്ടും മുങ്ങിയത് LDF സർക്കാരിൻ്റെ ഭരണവീഴ്ചയാണെന്നാണ് ഇപ്പോഴത്തെ പ്രചരണം. 2018 പ്രളയത്തിന് ശേഷം എന്തെങ്കിലും തയ്യാറെടുപ്പോ മുൻകരുതലോ സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നും ചിലർ പ്രചരിപ്പിക്കുന്നു. നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നും മണലും ചെളിയും എക്കലും നീക്കാൻ നടപടിയുണ്ടായില്ല എന്നാണ് ആക്ഷേപം. സംസ്ഥാനത്തെ 36 നദികളിൽ മണൽ ഓഡിറ്റ് നടത്തി 17 നദികളിൽ നിന്ന് മണലെടുക്കാമെന്ന് LDF സർക്കാർ കണ്ടെത്തിയിരുന്നു. 98,35,939 ക്യൂബിക് മീറ്റർ ചെളിയും പാറയും എക്കലുമാണ് അക്കാലത്ത് നീക്കിയത്. ഹരിത കേരള മിഷന്റെ ഭാഗമായി 412 കിലോമീറ്റർ പുഴ വീണ്ടെടുത്തു. 45,736 കിലോമീറ്റർ തോടുകളും നീർച്ചാലുകളും വീണ്ടെടുക്കാനും സാധിച്ചു. ഒഴുക്ക് നിലച്ച നിരവധി നദികളെ ഇതുവഴി പുനരുജ്ജീവിപ്പിക്കാനായി. നദികളിലെ ചെളി നീക്കം ചെയ്ത് പ്രളയം ആവർത്തിക്കാതിരിക്കാൻ മുൻ സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന പ്രചരണത്തിനുള്ള മറുപടി ഈ കണക്കുകളിലുണ്ട്. എന്നാൽ LDF സർക്കാരിൻ്റെ നടപടികളെ അന്നത്തെ പ്രതിപക്ഷം എങ്ങനെ നേരിട്ടു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അക്കാലത്ത് ഡാമുകളിൽ നിന്ന് മണൽ നീക്കാൻ നടപടികൾ ആരംഭിച്ചപ്പോൾ അഴിമതി ആരോപിച്ച് രംഗത്ത് വരികയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പത്തനംതിട്ട ജില്ല ഇപ്പോൾ അനുഭവിക്കുന്ന കടുത്ത പ്രളയത്തിനുള്ള കാരണം പരിശോധിച്ചാൽ പ്രതിക്കൂട്ടിലാവുക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. 2018 പ്രളയത്തിന് ശേഷം പമ്പാ നദിയിലും പമ്പ ത്രിവേണി ഭാഗത്തും അടിഞ്ഞുകൂടിയ മണലും എക്കലും നീക്കം ചെയ്യാൻ LDF സർക്കാർ നടപടി ആരംഭിച്ചപ്പോൾ എന്തായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? മണലും ചെളിയും നീക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തല തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു. ഇതോടെയാണ് പമ്പാ നദിയിലെ ചെളി നീക്കം അന്ന് നിലച്ചത്. പരിസ്ഥിതി നിയമലംഘനവും അഴിമതിയുമായിരുന്നു ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾ. BJP നേതാവ് കുമ്മനം രാജശേഖരനും ചെന്നിത്തലയ്ക്കൊപ്പം കൂടി ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചു. വാരിയ മണലും ചെളിയും കോടതി നിർദ്ദേശപ്രകാരം നദീതീരത്ത് തന്നെ സൂക്ഷിക്കേണ്ടതായി വന്നു. ആ മണലും എക്കലുമാണ് വീണ്ടും നദിയിലേക്ക് പതിച്ച് ഒഴുക്ക് തടഞ്ഞ് വീണ്ടും വെള്ളപ്പൊക്കത്തിന് കാരണമായത്. സമാന നിലപാട് തന്നെയാണ് തോട്ടപ്പള്ളിയിലെ മണൽ നീക്കത്തിലും കോൺഗ്രസ് സ്വീകരിച്ചത്. കുട്ടനാടിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള LDF സർക്കാരിൻ്റെ നീക്കത്തെ അഴിമതി ആരോപണത്തിൻ്റെ പുകമറയിൽ നിർത്തി UDF അന്ന് തടഞ്ഞു. രമേശ് ചെന്നിത്തല, മാത്യു കുഴൽനാടൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ചെളി നീക്കം തടയാൻ ഹൈക്കോടതിയെ വരെ സമീപിച്ചു. വസ്തുത ഇതായിരിക്കെയാണ് ഇന്നത്തെ പ്രളയത്തിന് കഴിഞ്ഞ സർക്കാരിനെ കുറ്റപ്പെടുത്തി ചിലർ രംഗത്തെത്തുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.